നമസ്കാരം സുഹൃത്തുക്കളെ. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അത് പറയാനൊരു കാരണമുണ്ട്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ആ കുടുംബത്തിന് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇതിനടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവൻ ചത്തോ, ഇത്രയും നാളും ചത്തില്ലായിരുന്നോ, അങ്ങനെ കുറേ കമൻറ്റുകൾ. അത് കാണുമ്പം ആ കുടുംബത്തിനുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ അതുപോലെ സ്നേഹിക്കപ്പെടുന്ന ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരാളും അങ്ങനെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇല്ലാത്തവരാണോ അതോ സാമാന്യബോധം എന്നുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ ഇടുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ള ആളായിരുന്നു സലീം കുമാർ. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതും ഒരാൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സലീം കുമാർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മോശം കമൻറ്റുകൾ ഇടുന്നത് സ്വന്തമായിട്ട്, അതായത് അവനവനെ പോലും സ്നേഹിക്കാത്തവരാണ് എന്നെനിക്ക് തോന്നിപ്പോവും. ഒരു 95-ലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അന്ന് ഞങ്ങൾക്കുണ്ടായ വേദനയും വിഷമവും ഒറ്റപ്പെടലുമൊന്നും ഒരിക്കലും നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് നമുക്ക് അവിടെ നിന്ന് മാറി നിന്ന് ഓരോരുത്തർക്കും കുടുംബത്തിനെ കുറിച്ച് പറയാം, അയ്യോ അവരിനി അത് എങ്ങനെ സഹിക്കും, അവരിതെങ്ങനെ താങ്ങും, അവർക്ക് അതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ അവർക്കുണ്ടായത് ആ ശൂന്യത നികത്താൻ ഒരാളെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അത്ര പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഇല്ലാതാവണം. അപ്പം മാത്രമേ നമുക്ക് അതിൻ്റെ വേദന എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർക്ക് അങ്ങനെ ആരും, അതായത് അവർ സ്വയം പോലും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മരണത്തിന് കീഴിലാണ് ഇങ്ങനെയൊന്ന് വന്ന് ഒരാളൊരു കമൻ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ള ചിന്താശേഷി ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. അതായത് ദോഷൈക ദൃക്കുകൾ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ദോഷൈക ദൃക്കെന്ന് അവരെ നമുക്ക് അക്ഷരം തെറ്റാൻ വിളിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും കുറേ മുമ്പ് ആരെയോ മരിച്ചവർ വീട്ടിൽ ചെന്നപ്പം അച്ഛൻ ആ മരിച്ച ആളെ തൊഴുതു. അപ്പം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ചാച്ച വഴക്ക് പറഞ്ഞില്ല, കളിയാക്കി. അച്ഛനാണ് ആ മരിച്ചെടുത്ത് ചെന്നപ്പോൾ തൊഴുതു എന്ന്. അപ്പോൾ ചാച്ച പറഞ്ഞ, ചാച്ചൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പക്ഷേ എന്നാലും തൊഴുതപ്പോൾ ചാച്ച പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കും. പക്ഷെ മരിച്ചു കിടക്കുമ്പം ഇതൊന്നുമില്ലാത്ത ഒരു ദൈവത്തിന് തുല്യമായിട്ടുള്ളൊരു ശവമാണ്, ഒരാളാണത്. അതായത് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു ശരീരമാണത്. അതിനെ നമ്മൾ വണങ്ങുക തന്നെ വേണമെന്ന് അന്ന് അച്ഛൻ എന്നല്ല ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അയാൾക്ക് രോഗമുണ്ടായിരുന്നിരിക്കും, അയാൾക്ക് നല്ല ഗുണങ്ങളെ ചീത്ത ഗുണങ്ങളെ മോശപ്പെട്ട സ്വഭാവം ഒക്കെ ഉള്ളത് ആളായിരിക്കാം. പക്ഷേ മരിച്ചു കഴിയുമ്പം ആ ശരീരത്തിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ അദ്ദേഹത്തെ അത് വണക്കുക തന്നെ വേണം. പക്ഷേ അന്നത്തെ കാലത്ത് ആരും അങ്ങനെ ഒരു ശവശരീരത്തിന് തൊഴുന്ന ഒരു സംഭവം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ ഒരു സംഭവം എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു വീട്ടിൽ ചെന്നാലും, മരിച്ച വീട്ടിൽ ചെന്നാലും എല്ലാവരും തൊഴുതിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. പക്ഷേ അന്ന് അത് കേട്ടപ്പോൾ തൊട്ട് 95-ന് മുമ്പ് എപ്പോഴോ ആണ് ഞാൻ എൻ്റെ അച്ഛൻ ഇത് പറഞ്ഞത്. പക്ഷേ അന്ന് തൊട്ട് ഞാനത് അനുഷ്ഠിച്ചു പോരുന്ന ഒരാളാണ്. കാരണം എനിക്കത് ശരിയാണെന്ന് അന്ന് തോന്നിയത് കൊണ്ട് അന്ന് തൊട്ട് ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും തൊഴുതിട്ടാണ് പോരുന്നത്. ഇപ്പോഴല്ലേ നമുക്കത് മനസ്സിലായി എന്താ സംഭവം എന്ന് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് അനുഷ്ഠിച്ചു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സലീം കുമാറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഈ വൃത്തികെട്ട കമൻറ്റുകൾ, അത് നമുക്ക് ഇപ്പം മരിക്കണം എന്നില്ല. നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അതുപോലെ വിവരമില്ലാത്ത സ്വയം ബോധമില്ലാത്ത കുറേ കമൻറ്റുകൾ കാണാം. അതായത് ദോഷൈക ദൃക്കെന്ന് വെച്ചാൽ, അതായത് ഞാൻ ദിവസവും വീഡിയോ ചെയ്യുന്ന ആളാണ്. എല്ലാ തരത്തിലുള്ള കുറച്ച് കോൺട്രവേഴ്സി സബ്ജക്റ്റ് ചെയ്യാനുണ്ട്, സാധാരണ എല്ലാം ചെയ്യുന്ന ആളാണ്. പക്ഷേ എങ്കിൽ ചില വീഡിയോസിന് മാത്രം തിരഞ്ഞു പിടിച്ച് ഇതുപോലെ മോശമായ കമൻറ്റ് മാത്രം ഇടാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ദോഷൈക ദൃക്കുകളുണ്ട്. നല്ലതിനൊന്നും അവർ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള സബ്ജക്റ്റുകൾക്കൊന്നും അവർ പ്രതികരിക്കില്ല. മോശം എന്തെങ്കിലും അവർക്ക് പറയുകയാണെങ്കിൽ അവിടെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാർ. ഞാൻ എത്ര ആണെങ്കിലും അവരെ പറഞ്ഞു തോപ്പിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതുപോലെ അടുത്ത ഒരു വീഡിയോ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഉടനെ വരും അതിനുള്ള കമൻറ്റുമായിട്ട്. അപ്പം ഇതെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. പക്ഷേ അത് നമുക്കൊരു മോശം തോന്നിയാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചെങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാതിരിക്കും. പക്ഷേ അതിന് പോലും ഉളുപ്പില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ പുച്ഛം തോന്നും. ഈ മനുഷ്യരെ കാണുമ്പം പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഇത് 10 ആൾക്കാർ ഇത് കാണുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് കമൻറ്റ് ഇടാൻ തോന്നുന്നു, ഇവൻ എന്തോന്നായി പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇവൾ എന്തോന്നായി പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റ് ഇടാം. പക്ഷേ എന്നാലും നമ്മൾ ചിന്തിക്കുന്നത് ദൈവമേ നമ്മളിങ്ങനെ കേട്ട് കഴിയുമ്പം അപ്പം വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് അങ്ങനെ ചിന്തയില്ല എന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഇതിനൊക്കെ നമ്മൾ നാട്ടുപുറത്ത് നല്ലൊരു ഭാഷ പറയും, അതാണ് ശരിക്കും പറയുന്നത്. പക്ഷേ എങ്കിൽ
അവർ ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ മരിച്ചു കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കമൻറ്റ് കാണുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്കുണ്ടാവുന്ന അനുഭവം എന്താണെന്ന് ചിന്തിക്കാത്തവരാണ് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതെന്ന് എനിക്കതിനകത്ത് പറയാനുള്ളൂ. വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ മലയാളി പൊളിയിട എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുള്ള ആ പൊളിയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുന്നത്. അതേപോലെ തന്നെ അവിടെ ചെന്നപ്പം സലീം ഖാൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ മരിച്ച മനുഷ്യനെ കാണാൻ ചെന്ന വി ഡി സതീശനെ ഷാളിടാൻ നോക്കുന്നു. ഇവൻ്റെയൊക്കെ വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്തുവാ നമ്മൾ പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അതുപോലെ പിന്നെ വലിയൊരു ഇത് വന്നത് ചന്തു ദേഷ്യപ്പെട്ടു. ഒരു നിമിഷം അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. കാരണം മൊബൈൽ എന്ന് പറയുന്ന വലിയൊരു വിപത്ത് കൂടിയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കാണുന്ന നമ്മുടെ സ്വന്തക്കാരല്ലേ, നമ്മുടെ വീട്ടുകാരെങ്കിലും ഈ കമൻറ്റ് കാണുമ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതൊരു ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടാനൊന്നും നമുക്ക് തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ചൊക്കെ ചിന്തിച്ചും കണ്ടുമൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഊളകളെയും വിവരദോഷികളെയും ഒക്കെ ഉണ്ടല്ലോ, ആൾക്കാർ ചെയ്തില്ലേ കാണുകയുള്ളൂ. അല്ലാതെ പിന്നെ അവൻ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും ആദ്യം ചിന്തിക്കുന്ന ഈ കാര്യങ്ങളായിരിക്കും. ഒരു നിമിഷം ചിന്തിച്ചാൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബൈ.